കേസന്വേഷണത്തിന് വീട്ടിലെത്തിയ പോലീസുകാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പശ്ചാത്തലത്തിൽ ലഹരി വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ വലിയ പറമ്പിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. പ്രവർത്തനം ആരംഭിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 12-13 വാർഡുകളിലെ മെമ്പർമാർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിക്ക് തുടക്കമായത്. ലഹരി മാഫിയയെ തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് വലിയ പറമ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക ക്ലബ്ബുകളും മതസംഘടനകളും റെസിഡൻസ് അസോസിയേഷനുകളും ഒത്തുചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. കേസന്വേഷണത്തിന് വീട്ടിലെത്തിയ പോലീസുകാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. വലിയ പറമ്പ് മദ്രസയിൽ ചേർന്ന യോഗത്തിലാണ് കമ്മിറ്റിക്ക് രൂപം നൽകിയത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 12-13 വാർഡുകളുടെ മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. വെള്ളിയാഴ്ച വലിയ പറമ്പങ്ങാടിയിൽ വെച്ച് പൊതുയോഗം ചേരാനും ബോധവൽക്കരണ ക്ലാസ് നടത്താനും യോഗത്തിൽ തീരുമാനമെടുത്തു. നാട്ടിലെ മുഴുവൻ റെസിഡൻസുകളുടെയും നേതൃത്വത്തിൽ പോക്കറ്റ് മീറ്റിങ്ങുകൾ നടത്താനും ലഹരി വിൽപ്പന കേന്ദ്രങ്ങളിൽ രാത്രികാലങ്ങളിൽ പരിശോധന നടത്താനും വീടുകളിൽ കയറി പ്രശ്നങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടുത്താനും തീരുമാനമെടുത്തു. വാർഡ് മെമ്പർമാരായ ഷാഹിന ടീച്ചർ, ജീത സുരേഷ് എന്നിവരെ ചെയർമാൻമാരാക്കി 30 അംഗ കമ്മിറ്റിക്കും രൂപം നൽകി. ഖാദർ പാറക്കൽ, അഹമ്മദ് കുട്ടി മാസ്റ്റർ കുണ്ടുങ്ങൽ, റഷീഫ് കണിയാത്ത്, പി സക്കീർ, റഷീദ് അള്ളങ്ങൽ, ടി കെ വേലായുധൻ, കുയ്യിൽ മുഹമ്മദ്, പി ഹൈദർ, ബാബു തോണ്ടയിൽ, ഒ സിദ്ദിഖ്, സനിത്ത് പാലയ്ക്കൽ, അസീസ് ചാലിൽ, കെ പി സക്കീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.